അങ്ങനെ നമ്മൾ ടിൻറ്റോർ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ താഴെ വന്നെന്ന് പറഞ്ഞപ്പോൾ എന്നെ കോൾ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് നമ്മുടെ റൂമൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങണമല്ലോ. നമ്മുടെ റൂമൊക്കെ ഒന്ന് ലോക്ക് ചെയ്തു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമോ, നമുക്ക് ഈ കാർഡുണ്ട് കേട്ടോ. നമുക്ക് ഈ കാർഡ് നമ്മൾ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് വെച്ച് റൂം ലോക്ക് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാലേ പണി കിട്ടും. പിന്നെ നമുക്ക് തുറക്കാൻ പാടാം. അപ്പോൾ നമ്മൾ റൂമിനകത്തുനിന്ന് ഈ കീ കൂടി എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടി. ഈ സംഭവം കഴിഞ്ഞ തായ്ലൻഡ് പോയ സമയത്ത് പണി കിട്ടി കേട്ടോ. അന്ന് പക്ഷെ നമുക്ക് 2 കാർഡ് ഉണ്ടായിരുന്നു എങ്കിലും 2 അകത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഞാൻ പുറത്തിറങ്ങിയത്. പിന്നെ അവസാന റിസപ്ഷനിൽ പോയി, അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിൽ കീ അല്ല, ഇതേപോലത്തെ കാർഡായതുകൊണ്ട് എന്ത് ചെയ്യുക, ആ കാർഡ് കൂടി എടുത്തിട്ട് വേണം നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടിയുള്ളത്. ലിഫ്റ്റൊക്കെ വന്നു, കയറി ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ 6:30 എന്നാണ് പറഞ്ഞത്, 6:30 എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആള് ഒരു 15 മിനിറ്റോളം നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ വന്നിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് ബാക്കിയുള്ളവരെ കൂടി എന്ത് ചെയ്തു വിളിച്ചു പറഞ്ഞു, ഡ്രൈവർ ചേട്ടൻ വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും നേരെ താഴെ വരാം, എവിടെ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു. നമ്മുടെ ഹോട്ടലിൻ്റെ പേരെന്ന് പറയുന്നത് കിങ്സ്റ്റൺ ഹോട്ടൽ എന്നാണ് പേര് കേട്ടോ. ഗൈഡാണ് മലേഷ്യയിലെ, പേര് ഭരതൻ. ഓക്കെ, വീട് നാട് മലേഷ്യയാണ്. അപ്പോൾ തമിഴ് മലയാളമൊക്കെ കുറച്ച് പറയും. ഓക്കെ. അപ്പോൾ ഞാൻ അവരെയൊക്കെ വിളിച്ചായിരുന്നു, എല്ലാവരും വിളിച്ചു. അപ്പോൾ എല്ലാവരും റൂമിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട്. നമ്മൾ 6:30 എന്നല്ലേ പറഞ്ഞത്. അപ്പം ജസ്റ്റ് ഡ്രൈവറും ഔട്ട് സൈഡോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഔട്ട് സൈഡാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എവിടെയാണ് First, we are going for the night tour Jalan Food Street. And after that, we will go to the Twin Tower. And we will go to the dinner. Okay. ശരി. നമ്മളീ കാണുന്ന MIC ബിൽഡിംഗ് ഇല്ലേ, ഇതെന്ന് പറയുന്നത് മലേഷ്യൻ കോൺഗ്രസിൻ്റെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ബിൽഡിംഗ് ആണ്. ഈ കാണുന്നതും അതിൻ്റെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. UMNO, ഇതും ഇവിടുത്തെ പാർട്ടിയുടെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. നമ്മുടെ കാറ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കാറിൽ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. ഈ കിടക്കുന്നതെല്ലാം മലേഷ്യൻ കാറുകളാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് 23,000 റിംഗറ്റ് തൊട്ടൊക്കെ കാറ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇവിടെ പെട്രോളിനൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മുടെ ഇന്ത്യയെ അപേക്ഷിച്ച് ഇവിടെ പെട്രോൾ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇവിടുത്തെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗ്രാബോ അതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ എക്സ്പെൻസ്, മലേഷ്യൻ ട്രാവലിങ്ങിന് വലിയ എക്സ്പെൻസ് നമുക്ക് വരാതിരിക്കുന്നത് കേട്ടോ. ട്വിൻ ടവർ കാണാൻ വേണ്ടി പോകണം കേട്ടോ. ട്വിൻ ടവർ, നമ്മുടെ കാറ് ഇതാ കിടപ്പുണ്ട്. ഓരോരുത്തർക്കായിട്ട് എന്ത് ചെയ്യണം, കാറിലൊക്കെ കയറണം. ഇത് നമ്മുടെ ഗൈഡാണ് കേട്ടോ. ഇംഗ്ലീഷോ തമിഴ് ഏതാச்சும் ஒன்று பேசிட்டா தமிழ்ல போதுமா சேட்டா now okay I can agree okay சேட்டா சேச்சி Malaysia is a multiracial country. Like in Malaysia we have a total population like 35 million people here, and 65% are Muslim peoples, and 25% are Chinese people, and 8% are Indian peoples here, and the balance 2% are original people. Okay, and Malaysia's official religion is Islamic, because 65% are Muslim people here. Okay, all right. And Malaysia total we have a 13 state, and we split by 2 portions. One we call as a peninsula, another one we call as a Borneo Highland. In the peninsula we have 11 state and 2 federal territories. In the Borneo Highland we have 2 state and 1 federal territories. But peninsula to the Borneo Highland, that is a no road connection. Sorry, land connection. Alright, because in the middle there's the South China Sea division around 640 kilometers. Yes. And the total land area of the Malaysia is 330,440 square kilometers. Okay, Malaysia also we have a neighbor country like a Thailand, Singapore, Vietnam. Vietnam. Cheta, Vietnam la illa cheta. Okay, we have Thailand, Singapore, Brunei and Indonesia. Okay, for the Thailand, okay, by road you can go. That means from Kuala Lumpur to the Thailand will be take like a 7 hours. Okay, from Kuala Lumpur to the Singapore, okay, will be take like a 5 hours.
No, I think Thailand they gave on arrival. Thailand is on arrival. Singapore no. Singapore is Yes. need to visa. Yes, Singapore need the visa. They need Okay, visa. for the Brunei and the Indonesia, okay, by sea or by air you can go to them. All right, but for the Indonesia, right, we are land sharing with them. The Borneo Highland, we are staff. We are sharing the land with them. It's called Kalimantan land. Okay, ചേട്ടാ Okay. മനസ്സിലായോ? മനസ്സിലായി. Okay. എല്ലാം മനസ്സിലായി. കേൾവി ചെറുക്ക ചേട്ടാ ചേച്ചി കുറച്ച് മലയാളം പറയും. Okay, okay, that's good ചേട്ടാ. We are sharing that. Okay, Okay. got any question? No. ஏச்சி கேள்விகள் இருக்கா? No question. Alright, okay, இப்போ நம்ம போறது பாத்தீங்கன்னா ட்வின் டவர், that is the icon building of Malaysia. Okay sir, because அந்த டைம் பாத்தீங்கன்னா okay, Twin Tower is the tallest tower in the world, okay, which was built in 1993. Okay, startup. Okay sir, ஆனா மலேசியா பாத்தீங்கன்னா we are taking risk on that. Okay, that time வந்துட்டு okay, our 4th and 7th former Prime Minister Tun Dr. Mahathir Mohamad is taking as a challenge to complete this Twin Tower. Okay, அப்புறம் இந்த Twin Tower locate பண்ணிருக்கல, it's near like a 40 acre total. And the land இதுக்கு முன்னுக்கு they use for race course, that's owned by one Malaysian Indian. His name is Tan Sri Anandakrishnan. He's the land owner. Okay, so easily want to know means you know the Aircel company which closed in 2018. Aircel sir, Aircel. Yes, still have a madam, no right, 2018 is already closed, right? Yes. Aircel or Airtel madam? Airtel still have, I think so. Aircel. Aircel, right? Okay. He is the shareholder. Some 70% of shareholder is Tan Sri Anandakrishnan. And our 4th and 7th former Prime Minister Tun Dr. Mahathir Mohamad request to Tan Sri Anandakrishnan to shift the race course to out of city. He also agreed to shift the race course, but it's not agreed to sell the land. It's nearly 40 acres still belongs to Tan Sri Anandakrishnan. Ipurku. Okay, but he get the royalty from the Petronas Oil and Gas Company. Okay. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് കേട്ടോ ട്വിൻ ടവർ. എന്ത് മനോഹരമാണെന്ന് നോക്കി കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. കണ്ടോ ആ സൈഡിൽ നമുക്കൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ അതുവഴി നമുക്ക് നടന്ന് നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ ട്വിൻ ടവറിൻ്റെ അടുത്ത് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല റോഡ് നല്ല റഷാണ്, നല്ല ട്രാഫിക്കാണ്. നമുക്ക് അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലൊക്കെ ഇട്ട് 2 തട്ടൊക്കെ തട്ടണം കേട്ടോ. ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കവിടെ സിഗ്നൽ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ റോഡ് ക്രോസ് ചെയ്യാൻ. ഇവിടെ കണ്ടോ ആ ലൈറ്റ് കൊണ്ട് ആ പെട്രോണസ് ടവർ അടിപൊളിയായിട്ടാണ് തിളങ്ങി നിൽക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. നമ്മൾ തന്നെ വരാൻ ഏകദേശം ഒത്തിരി ടൈം എടുത്ത ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഈ പെട്രോണസ് ട്വിൻ ടവർ എന്ന് പറയുന്നത്, അതായത് ഇത് നിർമ്മാണം തുടങ്ങിയെന്ന് പറഞ്ഞാൽ 1993 നിർമ്മാണം തുടങ്ങിയിട്ട് 98 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ലൈറ്റൊക്കെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ തന്നെ പറ്റുന്നത്. ലോകത്തിലെ തന്നെ എന്താ പറയുക ഏറ്റവും ഉയരം കൂടിയ ഇരട്ട കെട്ടിടങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ട്വിൻ ടവർ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 451.9 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അത്രയും ഹൈറ്റ് ഉണ്ടല്ലേ. ഈ ടവറിന് ഏകദേശം ഒരു 88 നിലകളുണ്ട് കേട്ടോ. അതുകൂടാതെ പെട്രോണാസ് ഓയിൽ കമ്പനിയുടെ ആസ്ഥാനവും ഓഫീസുകളെല്ലാം ഇതിനകത്താണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യ KLCC എന്ന ഒരു ഷോപ്പിംഗ് മോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടവറിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണെങ്കിൽ 1-2 വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഈ കാണുന്നത്. അതും രാത്രി ആയിക്കഴിഞ്ഞാൽ ലൈറ്റുകളാൽ അതിമനോഹരമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്. നമ്മൾ കാണുന്ന ആ സ്കൈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് 41ഉം 42ഉം നിലകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത് ബന്ധിപ്പിച്ചും കൊണ്ടുള്ളൊരു സ്കൈ ബ്രിഡ്ജാണ് നമ്മൾ ആ കാണുന്നത്. അങ്ങനെ നമ്മൾ ട്വിൻ ടവറൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ നടന്ന് നമ്മൾ വേറൊരു സംഭവം കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ.
അതായത് സലോമ ബ്രിഡ്ജാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വഴിയോരൊക്കെ കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത് നോക്കി. ഒരുപാട് ആൾക്കാർ നിരന്തരം പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അത്രയും ക്ലീനായിട്ടാണ് ഈ സ്ഥലമൊക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് ആ അതിമനോഹരമായ സലോമ ബ്രിഡ്ജ് കേട്ടോ. അതായത് ഇതിന് പേരിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശസ്ത മലേഷ്യൻ സിംഗപ്പൂർ ഗായികയായ സലോമയുടെ പേരിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ബ്രിഡ്ജ് അറിയപ്പെടുന്നത്. അതുകൂടാതെ ഈ ബ്രിഡ്ജിൽ കയറുന്നതിന് ടൈം ഷെഡ്യൂളൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും ഓപ്പണിംഗ് അല്ല എന്നാണ് അറിയാൻ പറ്റിയത്. കൂടുതൽ കാര്യം എനിക്ക് അറിയത്തില്ല, ഇത് കുറച്ച് കേട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ലൈറ്റുകളാൽ കാണാൻ മനോഹരമായിട്ടൊരു ബ്രിഡ്ജ് എന്ന് തന്നെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് സ്റ്റീൽ കമ്പികളൊക്കെ ഉപയോഗിച്ചാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് നടന്ന് നമുക്ക് അപ്പുറത്തെ സൈഡ് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും സലോമ എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്വിൻ ടവർ അടിപൊളിയായിട്ട് പ്രകാശിച്ച് നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതൊരു ഫോട്ടോജനിക് സ്പോട്ട് കൂടിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, കളർഫുള്ളായിട്ട് നിൽക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തരാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഒരു ഫോട്ടോയ്ക്ക് എത്ര 5 റിംഗറ്റ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തരാം കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ബോർഡൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇൻഡസ്ട്രി വിഷണറീസ്, എന്താ സംഭവം എന്നറിയില്ല. കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ റോഡിലെ ബ്ലോക്ക് കണ്ടോ, രാത്രിയായിട്ട് നല്ല ബ്ലോക്കാണ് കേട്ടോ. തൊട്ടടുത്തൊരു അടിപൊളി ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. രാത്രിയായി, അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോകണം. ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു ഗാർഡനാണ് കേട്ടോ. അടിപൊളിയായിട്ട് അതിനെന്ത് ചെയ്തിട്ടുണ്ട്, അവർ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ മലേഷ്യയിലെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും മലേഷ്യയിലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതൊരു ബൈ, സൈനിങ് ഓഫ്.